ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കുമെതിരെ നടന്ന സ്ത്രീവിരുദ്ധ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ വടകരയിൽ പ്രതിഷേധ സംഗമം. LDWF നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഹരിഹരൻ മോശമായി പ്രസംഗിക്കുമ്പോൾ അത് നിർത്തണമെന്ന് പറയാൻ കഴിയാത്തവരാണ് UDF നേതാക്കളെന്ന് അവർ പറഞ്ഞു. ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കുമെതിരെ UDF പൊതുയോഗത്തിൽ നടന്ന സ്ത്രീവിരുദ്ധ അശ്ലീല പരാമർശങ്ങൾക്കെതിരെയാണ് LDWF വടകരയിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. സംഗമം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. RMP നേതാവ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ രൂക്ഷമായി അവർ പ്രതികരിച്ചു. വായ തന്നെ കോളാമ്പിയായാൽ ഏത് പദവും ഇവർ ഉപയോഗിക്കുമെന്ന് അവർ പറഞ്ഞു. ഹരിഹരൻ മോശമായി പ്രസംഗിക്കുമ്പോൾ അത് നിർത്തണമെന്ന് പറയാൻ കഴിയാത്തവരാണ് UDF നേതാക്കൾ. എല്ലാത്തിലും പ്രതികരിക്കുന്ന സുധാകരനും രമേശ് ചെന്നിത്തലയും MM ഹസനും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് തെറ്റായിപ്പോയെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രസംഗം, അത്തരം വാക്കുകൾ പൊതുയോഗത്തിൽ വെച്ച് നടത്തേണ്ടി വന്നുള്ളത് അത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ വായ് തന്നെ കോളാമ്പിയായാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? കോളാമ്പിയിൽ നിന്ന് വരുന്നത് എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും വൃത്തികേട് ചവച്ച തുപ്പിയിട്ടതിന് ശേഷം കഫവും എല്ലാ മാലിന്യങ്ങളും കൂടി ചേർന്ന് ഈ വായു തന്നെ കോളാമ്പിയാവുമ്പോൾ ഏത് പദവും നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഭാഷ, മലയാള ഭാഷയിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ തയ്യാറാവാത്ത, നമ്മൾ മടിക്കുന്ന ഏറ്റവും അശ്ലീലമായ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ ചിരിപ്പിക്കാനോ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനോ, എന്നിട്ട് ഈ പറയുന്ന ആളുകളുടെ വ്യക്തിത്വത്തിന് ഇടിവ് തട്ടാൻ അത് സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്നുള്ള മട്ടിൽ പ്രസംഗിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് എന്താണ് നമ്മൾ പറയുക? LDWF നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ OP ഷീജ അധ്യക്ഷയായി. മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ, കാനത്തിൽ ജമീല MLA, KK ലതിക, ഖദീജ, അഡ്വക്കേറ്റ് KP ബിനീഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര.